ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു റിമാൻഡിൽ. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് വാസുവിനെ റിമാൻഡ് ചെയ്തത്. 24 വരെ റിമാൻഡ് ചെയ്ത വാസുവിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. അതേസമയം സ്വർണ്ണ കവർച്ചയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. ഗൂഢാലോചന തെളിഞ്ഞതായി SIT കോടതിയിൽ വ്യക്തമാക്കി. മറ്റ് പ്രതികളുമായി ചേർന്ന് വാസു ഗൂഢാലോചന നടത്തി. രേഖകളിൽ സ്വർണം പൊരിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി. ബോർഡിന് നഷ്ടമുണ്ടാക്കി പ്രതികൾ ലാഭം നേടിയെന്നും SIT കോടതിയിൽ. വാസുവിനായി അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി പരിഗണിച്ചില്ല. വിശദാംശങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, എൻ വാസു റിമാൻഡിൽ കൊട്ടാരക്കര സബ് ജയിലിൽ. SIT കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്? KP ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാക്കി കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കട്ടളപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ എൻ വാസുവിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് SIT റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ആരോപണം, അതായത് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്താണ് ഈ രേഖകളിലടക്കം കൃത്രിമം കാട്ടിയിരിക്കുന്നത്. സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് ദേവസ്വം രജിസ്റ്ററിലടക്കം അനധികൃതമായിട്ട് എഴുതി ചേർത്തു, ക്രമക്കേട് വരുത്തി തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. ഒപ്പം ചെമ്പ് പാളികൾ എന്ന് എഴുതിയതിനു ശേഷം അവ നവീകരണത്തിനായിട്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് തന്നെ കൊടുത്തുവിടണം എന്നുള്ള ശുപാർശ ദേവസ്വം ബോർഡിന് നൽകിയത് എൻ വാസു ആണ്. ഒപ്പം ഇതര പ്രതികളുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നും ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായ ലാഭവും ഉണ്ടായതായിട്ടും അന്വേഷണ സംഘം ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിലൂടെ കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം എൻ വാസുവിനെതിരായിട്ട് ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണ്ണ കവർച്ച തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് അന്വേഷണ സംഘം ആരോപിച്ചിരിക്കുന്നത്. ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട് എന്നും SIT പറയുന്നു. അത് മാത്രമല്ല, എൻ വാസുവിന്റെ പങ്ക് ഇതിലേറെ വ്യക്തമായത് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള D സുധീഷ് കുമാർ അടക്കമുള്ള പ്രതികളുടെ മൊഴിയിൽ നിന്നാണ്. സുധീഷ് കുമാർ എൻ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സമയം. അതിനുശേഷമാണ് സുധീഷ് കുമാർ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ആ ക്രമക്കേടുകൾക്കൊക്കെ ശുപാർശ നൽകിയത്, അതിന് നേതൃത്വം നൽകിയത് എൻ വാസു ആയിരുന്നു എന്നുള്ള മൊഴി കൃത്യമായിട്ട് സുധീഷ് കുമാർ അടക്കം നൽകി. മാത്രമല്ല, മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരും എൻ വാസുവിന്റെ പങ്ക് വെളിവാക്കുന്ന രീതിയിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ അന്വേഷണ സംഘം ഈ കേസിൽ പ്രതി ചേർത്തത്. കട്ടളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. എന്തായാലും ഈ തെളിവുകളൊക്കെ ശക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം ഹാജരാക്കിയത്. ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചില്ല. ഈ റിമാൻഡിൽ പോയ സാഹചര്യത്തിൽ വരുന്ന ഒരു ദിവസം കസ്റ്റഡി അപേക്ഷ നൽകി വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ച കേസിൽ 5ാമത്തെ അറസ്റ്റാണ് എൻ വാസുവിൻ്റെതായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പ്രതികളുടെ മൊഴി എൻ വാസുവിനെതിരെ വന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള നിർബന്ധിതമായത്. ഒപ്പം ആദ്യഘട്ടത്തിൽ സർക്കാരും സംവിധാനങ്ങളും എൻ വാസുവിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും പലവിധ സമ്മർദ്ദങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. KP ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്.